ഹായ്. എങ്ങനെ നമുക്ക് ഗൂഗിളിൽ നമ്മുടെ ഒരു ബിസിനസ് ലിസ്റ്റ് ചെയ്യാം എന്നാണ് ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു ബിസിനസ് ഐഡിയ ആയിട്ടും ചെയ്യാം. അതേ കണക്ക് തന്നെ ഏതൊരു ബിസിനസ് ചെറുതോ വലുതോ ഏത് ബിസിനസ് ചെയ്യാൻ പോകുന്ന ഒരാളും ഇത് അറിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഒരു ജിമെയിൽ ഉണ്ടായിരിക്കണം. ബിസിനസ്സാണ് തുടങ്ങുന്നതെങ്കിൽ ബിസിനസിന്റെ പേർക്ക് ഒരു മെയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞതിന് ശേഷം ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ ഗെറ്റ് ലിസ്റ്റഡ് ഓൺ ഗൂഗിൾ എന്ന് പറഞ്ഞ ഇതുണ്ടാവും. അതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗൂഗിൾ എടുത്തതിന് ശേഷം ഇവിടെ ഒരു 9 ബട്ടൺ ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് മൈ ബിസിനസ് പ്രൊഫൈൽ മാനേജർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മൈ ബിസിനസ്സിലോട്ട് വരാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരുപാട് ബിസിനസ്സോട് ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാനേജ് നൗ അല്ലെങ്കിൽ സൈൻ ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ആഡ് സിംഗിൾ ബിസിനസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം സ്റ്റാർട്ട് ബിൽഡിംഗ് യുവർ ബിസിനസ് പ്രൊഫൈൽ. ഫസ്റ്റ് നമ്മൾ നമ്മുടെ ബിസിനസ് നെയിം അടിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ബിസിനസ് നെയിം എന്ന് തന്നെ പറഞ്ഞാണ് അടിക്കുന്നത്, ബിസിനസ് നെയിം. ഓക്കെ. ദെൻ എന്താണ് നമ്മുടെ കാറ്റഗറി? ഇപ്പോൾ ഫർണിച്ചർ ഷോപ്പ് ആണെങ്കിൽ ഫർണിച്ചർ എന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ ഫർണിച്ചർ ആ ഒരു കാറ്റഗറി ഉണ്ട്. ഇതിലുള്ള ഇത് മാത്രമേ കൊടുക്കാൻ പറ്റൂ കേട്ടോ. ഫർണിച്ചർ ഹോൾസെയിൽ, ഫർണിച്ചർ അക്സറീസ്, അത് ഇപ്പൊ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ആണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഷോപ്പ്, കമ്പ്യൂട്ടർ സർവീസ്, കമ്പ്യൂട്ടർ കൺസൾട്ടന്റ്. ഞാനിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുക്കുവാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ല കേട്ടോ. ഓക്കെ. ഇപ്പോൾ മാർക്കറ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് അടിച്ചു. അത് കഴിഞ്ഞിട്ട് കസ്റ്റമറിന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ കൊടുക്കണം. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകണം. പിന്നെ ഫുൾ അഡ്രസ്സ് കൊടുക്കണം കേട്ടോ. ഫുൾ അഡ്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗ് നമ്പർ, അത് കണക്ക് സിറ്റി. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പം കാക്കനാട്, സിറ്റീസ് ഹെവലി വാഴക്കാല. പിൻകോഡ് അത് എൻ്റെ സ്ഥാപനം തന്നെയാണ്, കൊച്ചിയിലുള്ള എൻ്റെ സ്ഥാപനമാണ്. പിൻകോഡിന് ചെറിയ ഡൗട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ. പിൻകോഡ് അടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എവിടെയാണോ ബിസിനസ് തുടങ്ങുന്നത് ആ ഒരു സ്റ്റേറ്റും കൂടി കൊടുത്തതിന് ശേഷം ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വരുന്നുണ്ട്. അതൊന്നും അല്ലെങ്കിൽ നൺ ഓഫ് യുവർ ദിസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം വേർ ഈസ് യുവർ ലൊക്കേറ്റഡ്. ഈ ഗൂഗിൾ മൈ ബിസിനസ് മാപ്പ് നോക്കി പോയി വഴിതെറ്റി പലയിടങ്ങളിലും പോയ ന്യൂസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അത് ആരാ തെറ്റിക്കുന്നത്? ഇത് കണക്ക് ലിസ്റ്റ് ചെയ്ത ആൾക്കാരെ തെറ്റിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ നല്ല രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇത് അഡ്ജസ്റ്റ് ചെയ്യാത്ത പക്ഷം നമ്മൾ പ്രോപ്പറായ വഴിയിലല്ല. നമ്മുടെ ബിൽഡിംഗ് ഏതാണ്, ആ ബിൽഡിങ്ങിന്റെ സെന്ററിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ തന്നെ നമ്മൾ സൂമിൻ ചെയ്യുന്നെങ്കിൽ സൂമിൻ ചെയ്ത് നോക്കാം. ഇതിനകത്ത് സൂമിൻ ചെയ്ത് സൂം ഔട്ട് ചെയ്ത് നമ്മുടെ ബിൽഡിംഗ് ഏതാണോ ആ ബിൽഡിംഗ് തന്നെ കൊണ്ടുവയ്ക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ അന്വേഷിച്ച് വരുമ്പോൾ അവർ വഴിതെറ്റി വേറെ എവിടെയെങ്കിലും പോകും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഡെമോ ആണ് കേട്ടോ. ഞാനത് പബ്ലിഷ് ഒന്നും ചെയ്യുന്നില്ല. പബ്ലിഷ് ചെയ്താൽ ഇത് അവസരത്തിൽ ആവത്തില്ല. അല്ല, ഡെലിവറീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ചോദിക്കുന്നത്. എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ. നമ്മൾ എവിടെയൊക്കെ സെർവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എവിടെയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ഇപ്പോൾ ഓൾ കേരള കൊടുക്കുവാണെങ്കിൽ കേരള എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതല്ല നമ്മൾ പുറത്തും കൂടി കൊടുക്കുക. ഇപ്പോൾ യു എയിൽ കൊടുക്കുവാണെങ്കിൽ UAE എന്ന് പറഞ്ഞ് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. ഫോൺ നമ്പർ ഓർ വെബ്സൈറ്റ്. നമ്മുടെ ഫോൺ നമ്പർ വെബ്സൈറ്റ് ഓപ്ഷനിലാണ്. ഫോൺ നമ്പർ കൊടുത്തേ പറ്റൂ കേട്ടോ. സ്കിപ്പ് അടിക്കുവാണെങ്കിൽ സ്കിപ്പ് അടിക്കാം. പക്ഷെ സ്കിപ്പ് അടിച്ചാൽ വെരിഫൈ ആവത്തില്ല. നിങ്ങളത് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗൂഗിളിൻ്റെ ഒരു ഇതാണ്, വേരിഫൈ ആവണമെങ്കിൽ ബിസിനസ് വീഡിയോ ആണ്. നമ്മുടെ ലൊക്കേഷനെല്ലാം ബിസിനസ് വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുത്താൽ മാത്രമേ വേരിഫൈ ആവത്തുള്ളൂ. ഞാൻ വേരിഫൈ ലേറ്റർ കൊടുത്തു. അത് കഴിയുമ്പോൾ ആഡ് യുവർ സർവീസ്. നിങ്ങളുടെ സർവീസ് എന്തൊക്കെയാണ്? ബ്രാൻഡിങ്, ഇപ്പോൾ ഞാൻ ബിസിനസ് ടു ബിസിനസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം കൊടുത്തു. നെക്സ്റ്റ് കണ്ടിന്യൂ എടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സ്, സൺഡേ ഓപ്പൺ ആണോ അതെല്ലാം കൊടുത്ത് നല്ല രീതിക്ക് ഫില്ല് ചെയ്യണം. ഇതെല്ലാം കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കസ്റ്റമർ നമ്മളിലോട്ട് വരണമല്ലോ. അപ്പൊ അവർ നോക്കുവാണ് നമ്മുടെ ഷോപ്പ് എത്ര മണിയിലുണ്ട് എന്നാൽ ഗൂഗിൾ തന്നെ കാണിച്ചു കൊടുക്കണമെങ്കിൽ ഗൂഗിളിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഗൂഗിൾ ഉണ്ടെന്ന്. അല്ലേ, നമ്മുടെ ടൈമിംഗ് ഉണ്ടെന്ന്. അത് കണക്ക് നമ്മുടെ ബിസിനസിനെ കുറിച്ച് 2 വാക്ക് നമ്മൾ എഴുതി കൊടുക്കണം. ആ ChatGPT നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് അറിയത്തില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ദെൻ നമ്മുടെ ഫോട്ടോസ്, അത് കണക്ക് തന്നെ നമ്മുടെ കാർ ഫോട്ടോസും നമ്മുടെ പ്രൊഡക്റ്റ് ഓർ സർവീസിന്റെ ഫോട്ടോസും ഒക്കെ ഇതേ കണക്ക് എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്. അതേ കണക്ക് കൊടുക്കണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ബിസിനസ് പ്രൊഫൈൽ ഇവിടെ റെഡിയായി.
ഇത് ഇത്രയും ഒരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം മാത്രമാണ്. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ ഇതിന് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ഇട്ടാൽ മതിയാവും. ഞാൻ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് ട്രെയിനിങ് നടത്തി തരുന്നതാണ് കേട്ടോ. അപ്പൊ ഒരു ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ ഇത്രയും നിങ്ങൾ ചെയ്താൽ മതിയാവും. സോ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ആവും. ഇനിയിപ്പം ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ടോപ്പിൽ വരണ്ടേ. ഇപ്പൊ എക്സാമ്പിൾ എനിക്ക് കൊല്ലത്തൊരു ഓഫീസ് ഉണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് എൻ്റെത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ഇൻ കൊല്ലം എന്നൊക്കെ ആരെങ്കിലും വന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വരേണ്ടത് അല്ലെങ്കിൽ വരുന്നത് എന്റെ കമ്പനിയാണ് കേട്ടോ, ഡിജിറ്റൽ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. കാര്യം എന്നാണ്, അപ്പോൾ അത് വന്നത് SEOയിൽ. ഇപ്പോൾ ഒരുപാട് കമ്പനി ഉണ്ട് ആ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ തന്നെ, ഇഷ്ടം പോലെ കമ്പനീസ് ഉണ്ട്. ഒരാൾ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്റെ ഫോൺ നമ്പറിൽ എന്നെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. അത് കണക്ക് തന്നെ റിവ്യൂ ഇടാം. അതേപോലെ അവർക്ക് അതായത് ഇവിടെയൊക്കെ ഓഫേഴ്സും കാര്യങ്ങളും അതേ കണക്ക് തന്നെ നമ്മുടെ സർവീസിന്റെ ഡീറ്റെയിൽസും എല്ലാം തന്നെയുണ്ട്. അപ്പൊ ഗൂഗിൾ ഇതെല്ലാം നോക്കുന്നുണ്ട്. നമ്മൾ ഗൂഗിളിനോട് പറഞ്ഞു കൊടുക്കണം നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ഡീപ്പായിട്ട് ഇതിപ്പോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഡീപ്പായിട്ട് പഠിക്കാൻ വേറെ ഉണ്ട്. സോ ഡോണ്ട് മിസ് ഇറ്റ്. നിങ്ങൾ വേണമെങ്കിൽ കമന്റ് ഇടുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാലും മതി ഇൻസ്റ്റയിൽ കേട്ടോ. ഓക്കെ.